ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 സംസ്ഥാനങ്ങളിൽ ലൈറ്റ് ഹൌസ് പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. രാജ്യമെമ്പാടും നാളെ മുതൽ കോവിഡ് വാക്സിന്റെ ഡ്രൈ റൺ നടക്കും. കേരളത്തിൽ 4 ജില്ലകളിൽ സംഘടിപ്പിക്കും. വാക്സിൻ വിതരണത്തിന് കേന്ദ്രം 83 കോടി സിറിഞ്ചുകൾക്ക് ഓർഡർ നൽകി. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 96.08%. റിസർവ് ബാങ്കിന്റെ പോസിറ്റീവ് പേ സിസ്റ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 50,000 രൂപയിലധികം വരുന്ന ചെക്ക് ഇടപാടുകൾക്ക് ബാധകമാകും. പ്രതീക്ഷയോടെ പുതുവത്സരത്തെ സ്വാഗതം ചെയ്ത ലോകം. ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്ന നേതാക്കൾ. 48 വർഷത്തെ സഹകരണം അവസാനിപ്പിച്ച ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയൻ വിട്ടു. വാർത്തകൾ വിശദമായി. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഇൻഡോറിലേതുൾപ്പെടെ 6 ലൈറ്റ് ഹൌസ് പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് തുടക്കമിട്ട 6 ലൈറ്റ് ഹൌസ് പദ്ധതികൾ ഭവന നിർമ്മാണ രംഗത്ത് രാജ്യത്ത് പുതിയ വഴിവിളക്കാകും. സർവ്വതല സ്പർശിയായ വികസനത്തിന് മാത്രമേ സുസ്ഥിരതയുണ്ടാകൂ. ഇത് തിരിച്ചറിഞ്ഞാണ് NDA സർക്കാർ നവീന വികസന നയം മുന്നോട്ട് വച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. सरकार के मंत्रालयों के लिए ये जरूरी है कि वो बड़े और सुस्त स्ट्रक्चर जैसे ना हो, बल्कि स्टार्टअप की तरह चुस्त भी हो और दुरुस्त भी होने चाहिए. इसके लिए हमने ग्लोबल हाउसिंग टेक्नोलॉजी चैलेंज का आयोजन किया और दुनिया भर की अग्रणी कंपनियों को हिंदुस्तान में निमंत्रित किया. मुझे खुशी है कि दुनिया भर की 50 से ज्यादा इनोवेटिव कंस्ट्रक्शन टेक्नोलॉजी ने इस समारोह में हिस्सा लिया, इस स्पर्धा में हिस्सा लिया. इस ग्लोबल चैलेंज से हमें नई टेक्नोलॉजी को लेकर इनोवेट और इंक्यूबेट करने का स्कोप मिला है. इसी प्रक्रिया के अगले चरण में अब आज से अलग अलग साइट्स पर 6 लाइट हाउस प्रोजेक्ट का काम शुरू हो रहा है. മധ്യപ്രദേശ്, ത്രിപുര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ചിലവ് കുറഞ്ഞ സുസ്ഥിര ഭവന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന മികച്ച രീതിയിൽ നടപ്പിലാക്കിയവർക്കുള്ള സമ്മാനദാനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. നൂതന നിർമ്മാണ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 96.08%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 23,000-ലധികം പേർ രോഗമുക്തി നേടി. 98,83,000-ലധികം പേർ ഇതുവരെ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആകെ രോഗബാധിതരിൽ 2.47% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 2,54,000-ഓളം പേർ രാജ്യത്താകെ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20,036 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 1.45% രാജ്യത്തെ മരണനിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 256 പേർ കൂടി മരണമടഞ്ഞതോടെ ആകെ മരണസംഖ്യ 1,48,999 ആയി. കോവിഡ് വാക്സിന്റെ ഡ്രൈ റൺ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നാളെ മുതൽ നടക്കും. ഡ്രൈ റണ്ണിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. പ്രതിരോധ മരുന്ന് വിതരണത്തിനായി കേന്ദ്ര സർക്കാർ 83 കോടി സിറിഞ്ചുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും 3 സ്ഥലങ്ങൾ വീതം കണ്ടെത്തി ഡ്രൈ റൺ നടത്താനാണ് തീരുമാനം. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും നഗരങ്ങളിലും ഡ്രൈ റൺ നടത്തും. കോവിഡ് വാക്സിന്റെ പഴുതുകളടച്ച വിതരണം സുഗമമാക്കുകയാണ് ഡ്രൈ റണ്ണിന്റെ ലക്ഷ്യം. അതിനിടെ കോവിഡ് വാക്സിൻ വിതരണത്തിനായി സർക്കാർ 83 കോടി സിറിഞ്ചുകൾക്ക് ഓർഡർ നൽകി. ഇതുകൂടാതെ 35 കോടി സിറിഞ്ചുകൾ കൂടി വാങ്ങാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, മറ്റ് മുൻനിര ജീവനക്കാർ എന്നിവരടങ്ങിയ 30 കോടിയോളം ജനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 1 കോടിയോളം ആരോഗ്യ പ്രവർത്തകരെയും 2 കോടിയോളം മുഖ്യധാരാ ജീവനക്കാരെയും 27 കോടിയോളം മുതിർന്ന പൌരന്മാരെയും പ്രതിരോധ മരുന്ന് നൽകുന്നതിനായി നേരത്തെ ദേശീയ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. മരുന്ന് സൂക്ഷിക്കുന്നതിനായി 28,947 കോൾഡ് ചെയിൻ പോയിന്റുകൾ രാജ്യത്തുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ കോവിഡ് വാക്സിൻ ഡ്രൈ റൺ 4 ജില്ലകളിൽ നടത്താൻ തീരുമാനമായതായി റിപ്പോർട്ട്.
തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, ഇടുക്കി ജില്ലകളിലാണ് നാളെ ഡ്രൈ റൺ നടക്കുക. തിരുവനന്തപുരത്ത് 3 ആശുപത്രികളിലും മറ്റു ജില്ലകളിൽ ഓരോ ആശുപത്രികളിലുമാണ് ഡ്രൈ റൺ നടത്താൻ തീരുമാനമായത്. നേരത്തെ 4 സംസ്ഥാനങ്ങളിൽ 2 ദിവസത്തെ ഡ്രൈ റൺ വിജയകരമായി സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളത് 65,202 പേർ. ബ്രിട്ടനിൽ നിന്നെത്തി കോവിഡ് പോസിറ്റീവായ 32 പേരുടെ സ്രവ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. 8.95% രോഗസ്ഥിരീകരണ നിരക്ക്. സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 3072 ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,38,00,000 കടന്നു. ഇതിൽ 5,93,00,000-ലധികം പേർ രോഗമുക്തി നേടി. രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 18 ലക്ഷത്തിലധികമായി. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ മരണസംഖ്യ 3.5 ലക്ഷം പിന്നിട്ടു. രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ശുഭപ്രതീക്ഷയോടെ ലോകം പുതുവർഷത്തെ സ്വാഗതം ചെയ്തു. ആർപ്പുവിളികളും വെടിക്കെട്ടോടെയും ജനങ്ങൾ പുതുവർഷം ആഘോഷിച്ചു. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കിയായിരുന്നു ആഘോഷങ്ങൾ. പസഫിക് സമുദ്രത്തിലെ സമാവോ, കിരിബാത്തി ദ്വീപുകൾക്ക് പിന്നാലെ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും പുതുവർഷമെത്തി. ന്യൂസിലാൻഡിലെ ഹാഗ്ലെ പാർക്കിൽ വെടിക്കോപ്പുകൾ പൊട്ടിച്ച് ജനം പുതുവർഷം ആഘോഷിച്ചു. ഓസ്ട്രേലിയയിലെ സിഡ്നി ഒപ്പേറ ഹൌസിലും ഹാർബർ ബ്രിഡ്ജിലും വെടിക്കെട്ടും ആർപ്പുവിളികളോടെയുമായിരുന്നു ആഘോഷം. തായ്വാൻ, തായ്ലൻഡ് എന്നിവിടങ്ങളിലും അത്യുത്സാഹപൂർവ്വമാണ് ജനങ്ങൾ പുതുവർഷത്തെ വരവേറ്റത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവർ ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു. പുതിയ തുടക്കത്തിനുള്ള അവസരങ്ങളാണ് ഓരോ പുതുവത്സരമെന്നും സമാധാനവും സത്കീർത്തിയും സാധ്യമാകാൻ ജനങ്ങൾ കൂട്ടായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ചെക്ക് തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ട് റിസർവ് ബാങ്ക് അവതരിപ്പിച്ച പോസിറ്റീവ് പേ സിസ്റ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 50,000 രൂപയിലധികം വരുന്ന ചെക്ക് ഇടപാടുകൾക്കാണ് ഈ സുരക്ഷാ സംവിധാനം ബാധകമാവുക. 5 കോടി രൂപ വരെ വിറ്റുവരവുള്ള ചരക്കു സേവന നികുതി ദായകർക്ക് 3 മാസം കൂടുമ്പോൾ റിട്ടേൺ നൽകി പ്രതിമാസം നികുതി അടയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാർട്ടർലി റിട്ടേൺ പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. 100 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ള വ്യാപാര ഇടപാടുകൾക്ക് ഇന്നു മുതൽ ഈ ഇൻവോയ്സ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ ഖാരിഫ് വർഷത്തിലെ നെല്ല് സംഭരണത്തിലൂടെ 60,67,000-ലധികം നെൽ കർഷകർക്ക് ഗുണം ലഭിച്ചതായി കേന്ദ്ര സർക്കാർ. 90,502 കോടി രൂപയുടെ താങ്ങുവിലയാണ് ഈ കാലയളവിൽ വിതരണം ചെയ്തത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നായി 480 ലക്ഷം ടൺ നെല്ലാണ് സംഭരിച്ചതെന്ന് കാർഷിക മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ സ്കൂളുകളിൽ 10-12 ക്ലാസുകൾ ഇന്ന് തുടങ്ങി. ഒരേ സമയം 50% കുട്ടികളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നും ആദ്യത്തെ ആഴ്ച ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിലും ക്ലാസുകൾ ക്രമീകരിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 14ാം കേരള നിയമസഭയുടെ 22ാം സമ്മേളനം ഈ മാസം 8 മുതൽ നടത്താൻ സംസ്ഥാന മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. 48 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച് ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയൻ വിട്ടു. 4.5 വർഷം നീണ്ട ബ്രെക്സിറ്റ് ചർച്ചകൾക്കും വോട്ടെടുപ്പുകൾക്കും ശേഷമാണ് നടപടി. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഇരുസഭകളും ചേർന്ന് പാസാക്കിയ ബ്രെക്സിറ്റ് ബില്ലിന് ബുധനാഴ്ച എലിസബത്ത് രാജ്ഞിയും അനുമതി നൽകിയിരുന്നു. ഇതോടെ ബിൽ നിയമമായി. വ്യാപാര കാര്യങ്ങൾക്കായി ബ്രിട്ടനും യൂറോപ്പും കരാറുണ്ടാക്കിയിട്ടുണ്ട്. ദേശീയപാത ടോൾ ബൂത്തുകളിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കുന്ന തീയതി കേന്ദ്ര സർക്കാർ അടുത്ത മാസം 15 വരെ നീട്ടി. നേരത്തെ ഇന്നു മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കാനായിരുന്നു തീരുമാനം. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. പശ്ചിമ ഹിമാലയ മേഖലയിൽ വരും ദിവസങ്ങളിൽ ശൈത്യം കൂടുതൽ കഠിനമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിനിടെ ഡൽഹിയിൽ വായു ഗുണനിലവാരം വീണ്ടും താഴ്ന്നു. പുതുവത്സര ദിനത്തിൽ ഓഹരി സൂചികകളിൽ നേട്ടത്തോടെ തുടക്കം. സെൻസെക്സ് 151 പോയിന്റ് ഉയർന്ന് 47,902-ലും നിഫ്റ്റി 42 പോയിന്റ് നേട്ടത്തിൽ 14,024-ലുമാണ് വ്യാപാരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 സംസ്ഥാനങ്ങളിൽ ലൈറ്റ് ഹൌസ് പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. രാജ്യമെമ്പാടും നാളെ മുതൽ കോവിഡ് വാക്സിന്റെ ഡ്രൈ റൺ നടക്കും. കേരളത്തിൽ 4 ജില്ലകളിൽ സംഘടിപ്പിക്കും. വാക്സിൻ വിതരണത്തിന് കേന്ദ്രം 83 കോടി സിറിഞ്ചുകൾക്ക് ഓർഡർ നൽകി. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 96.08%. റിസർവ് ബാങ്കിന്റെ പോസിറ്റീവ് പേ സിസ്റ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 50,000 രൂപയിലധികം വരുന്ന ചെക്ക് ഇടപാടുകൾക്ക് ബാധകമാകും. പ്രതീക്ഷയോടെ പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ലോകം. 48 വർഷത്തെ സഹകരണം അവസാനിപ്പിച്ച് ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയൻ വിട്ടു. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.